വലിയ മുഹമ്മദ് ജാലിയവാല കൊടുത്തു. അവിടുത്തെ ശിഷ്യനായ വലിയ മുഹമ്മദ് ജാലിയവാല കൊടുത്തു. അവിടുത്തെ ശിഷ്യനും അവിടുത്തെ മുരീദുമായ അവിടുത്തെ ശിഷ്യനും അവിടുത്തെ മുരീദുമായ ഇയാൾ വരുന്നുണ്ട് കാര്യമല്ല അതില്ല അലവൂരില്ല അയാൾ അറിയാണ്ട് കൊണ്ടുവന്നോണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കൊണ്ടുവന്നാൽ തന്നെ അയാൾ തൽക്കാലം പ്ലാസ്റ്റിക് ഇട്ട് തിരിച്ചാൽ മതി. കാരണം ആ മൂപ്പർക്ക് ഗുരുവില്ലാതെ വരെ ഓടാൻ അറിയില്ല. മൂപ്പരാണ്. സഹോദരന്മാരെ, ഈ പറയുന്ന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല എന്ന വ്യക്തി, അദ്ദേഹത്തെ കേരളത്തിലുള്ള ഒരു വിഭാഗം ആളുകള് അദ്ദേഹത്തെ കുത്തുബും വലിയും അതുപോലെ തന്നെ വലിയ ഷെയ്ഖും ഒക്കെ ആക്കി ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം, ഒരു ശൈലി സ്വീകരിച്ചപ്പോ അദ്ദേഹം ഒരു ചുക്കും അറിയാത്ത പടുജാഹിലാണ് എന്നുള്ളതിന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹയുടെ പകുതി ഭാഗമെങ്കിൽ അത് അദ്ദേഹം തെറ്റില്ലാതെ ഓതിത്തരാൻ അദ്ദേഹത്തിന് സാധ്യമാണോ എങ്കിൽ എന്റെ 2 ഉള്ളം കൈയിൽ നിന്ന് ഞാൻ രോമം പറിച്ചു തരും. Alhamdulillah Rabbil Alamin. ليوم الدين إياك نعبد وإياك اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോ കേട്ട ഫാത്തിഹ, അത് ഫാത്തിഹ അല്ല. സത്യത്തില് പകര ഹസനി അടക്കമുള്ള എപി വിഭാഗം വലിയ പണ്ഡിതനും സൂഫിയും ഷെയ്ഖും പിന്നെ ബറക്കാത്തി കുടുംബ പരമ്പരയിലെ വലിയ തങ്ങളും ഒക്കെയാണെന്ന് പരിചയപ്പെടുത്തിയ ജാലിയവാലയുടെ ഫാത്തിഹയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. അത് ഫാത്തിഹ തുടങ്ങിയത് തന്നെ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. അവസാനം അതിൽ അർറഹ്മാനിർ റഹീം കേൾക്കാനില്ല. പിന്നെ ഒരു മാലികി യൗമിദ്ദീൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്നുള്ളതോ വലദ്ദാലീൻ എന്ന ഭാഗമോ ഒന്നും ഫാത്തിഹയിൽ ഇല്ല. ഉടനെ അദ്ദേഹം ഖുൽ അല്ലാഹു അഹദിലേക്ക് ചാടുകയാണ്. ആ ഖുൽ അല്ലാഹു അഹദ് എന്ന സൂറത്ത് പോലും അദ്ദേഹത്തിന് പൂർണ്ണമായി ചൊല്ലാൻ കഴിഞ്ഞില്ല. അവസാനത്തെ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് അതും അദ്ദേഹത്തിന്റെ പാരായണത്തിൽ ഇല്ല. അവസാനം ഓതിയ ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന അലൻ നബി അതും പൂർണ്ണമായി തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം 1 മിനിറ്റിനുള്ളിൽ സൂറത്തുൽ ഫാത്തിഹ അടക്കം 3 അധ്യായങ്ങളിലുള്ള ആയത്തുകൾ ഓതി 3ഉം ഗംഭീരമായി പരാജയപ്പെട്ടു എന്നതാണ് നമ്മളിപ്പോ കണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ പണ്ട് ജിസാൻ വെല്ലുവിളിച്ചല്ലോ, ജാലിയവാലിനെ കൊണ്ട് തെറ്റില്ലാതെ ഫാത്തിഹ ഓതിച്ചു കഴിഞ്ഞാൽ ഉള്ളം കഴിഞ്ഞ് രോമം പറിച്ചു കൊടുക്കാം. അന്ന് മുതൽ എന്റെ ഉള്ളിലൊരു ചെറിയൊരു ഭയം ഉണ്ടായി, പേടിയുണ്ടായി. അതായത് ഹേളമാരെങ്ങനെ പോയിട്ട് ഫാത്തിഹ പഠിപ്പിച്ച് കൊടുന്നാലോ. മിഞ്ഞാന്നത്തെ നമ്മൾ ജാലിയവാലിന്റെ കോലം കണ്ടപ്പോ ഞാനിത് ഉറപ്പിച്ചത് ഫാത്തിഹ മാത്രമല്ല യാസീനും പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്നലെ മൂപ്പര ഫാത്തിഹ കേട്ടപ്പോഴല്ലേ ഒരു 1.5 ഫാത്തിഹ. ഏതായാലും ഉസ്താദുൽ അസാദീദും ഷെയ്ഖും മശായിഖും ആകാൻ പറ്റിയ ആളെന്നെ, എല്ലാ യോഗ്യതയുണ്ട്.
അത് മാത്രമല്ല ചങ്ങായി അവസാന ആയത്തോടെയല്ല ഇന്നല്ലാഹു മലായികത യുസല്ലൂന അലൻ നബി. ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സുന്നികളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. എല്ലാ ഫർദ് ശേഷവും അതുപോലെ തന്നെ മറ്റ് ദീനീ പരിപാടികളിലെല്ലാം നിർബന്ധമായിട്ട് ഇവർ ചൊല്ലുന്ന, ഇവർക്ക് എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും മനഃപ്പാടമുള്ള ഒരു ആയത്താണ് ഇന്നല്ലാഹു മലായികത്തു എന്ന ആയത്ത്. ആ ആയത്ത് ഈ ചങ്ങായി ഒരു കാര്യം കേട്ടിട്ടില്ലേ? അതാരും ശ്രദ്ധിച്ചാൽ തോന്നുന്നു. ചങ്ങായി വന്ന ഇന്നല്ലാഹ മലായിക സല്ലു നബി, പിന്നെന്താ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൽ തസ്ലീമ. ഈ തെറ്റ് ജിസാമി ശ്രദ്ധിച്ചാൽ തോന്നുന്നു. ഏതായാലും ദാറുൽ ഹഖ് വ സഹഖൽ ബാത്തിൽ ജാഫർക്ക് പറഞ്ഞ പോലെ ഇനിയും കുറെ ബാത്തുകൾ ഒളിച്ചത് വരാനുണ്ട്. അത് കാണാനുള്ള ആയുസും മാഫിയത്തും നമുക്കെല്ലാവരും പഠിച്ചോൻ തരട്ടെ.